രാജ്യത്തെ 99% സാധനങ്ങളുടെയും നികുതി നിരക്ക് 18% താഴെയാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 99% ഉൽപ്പന്നങ്ങളുടെയും നികുതി നിരക്ക് 18%-ലും താഴെ കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി മുംബൈയിൽ ഒരു ടെലിവിഷൻ ചാനൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വ്യക്തമാക്കി. GST പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത സംരംഭങ്ങളുടെ എണ്ണം 65 ലക്ഷമായിരുന്നു. എന്നാൽ ഇന്നതിൽ 55 ലക്ഷത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന GST നിരക്കായ 28% നികുതി ഏതാനും ആഡംബര വസ്തുക്കൾക്ക് മാത്രമായി ചുരുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. GST സംവിധാനം രാജ്യമെമ്പാടും ഏറെക്കുറെ നിലവിൽ വന്നു കഴിഞ്ഞു. ഏറെക്കാലമായി രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നികുതി പരിഷ്കാരമാണ് GST. വികസിത രാജ്യങ്ങളിൽ ചെറിയ നികുതി പരിഷ്കാരം പോലും നടപ്പാക്കാൻ എളുപ്പമല്ല. GST വന്നതോടെ വിപണിയിൽ നിലവിലുണ്ടായിരുന്ന പല തടസ്സങ്ങളും നീങ്ങി സമ്പദ് വ്യവസ്ഥ സുതാര്യമായി തീർന്നു. അഴിമതി സർവ്വവ്യാപിയായിരുന്ന ഇന്ത്യയിൽ അത് തുടച്ചു നീക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ 37 സാധനങ്ങളാണ് ഏറ്റവും ഉയർന്ന നികുതി നിരക്കായ 28%-ൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്നും 68 സെന്റിമീറ്റർ അധികം വലിപ്പമുള്ള TV, സിമന്റ്, റബ്ബർ ടയറുകൾ, ഡിജിറ്റൽ ക്യാമറ എന്നിവയെ 18%-ൽ എത്തിക്കുമെന്നാണ് കരുതുന്നത്. പാൻ മസാല, ആഡംബര കാറുകൾ, സിഗരറ്റ്, പിസ്റ്റൾസ് എന്നിവ 28%-ൽ നിലനിൽക്കും. അതേസമയം 100 രൂപയിൽ മുകളിൽ വിൽക്കപ്പെടുന്ന സിനിമാ ടിക്കറ്റുകളുടെ നിരക്കും 18%-ൽ താഴെ എത്തിക്കും. നിലവിൽ ഇത് 28%. അതേസമയം എല്ലാ ബാങ്കിംഗ് സേവനങ്ങൾക്കും GST ഈടാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ തുടർന്ന് രാജ്യത്തെ ബാങ്കുകൾ സൗജന്യ സേവനങ്ങൾ നിർത്തലാക്കാൻ ഒരുങ്ങുകയാണ്. ചെക്ക് ബുക്ക്, ഡെബിറ്റ് കാർഡ് തുടങ്ങിയ നിലവിലെ സൗജന്യ സേവനങ്ങൾക്കാണ് ഇനി മുതൽ ഉപഭോക്താക്കൾ പണം നൽകേണ്ടി വരുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഉപഭോക്താക്കൾക്ക് ബാങ്കുകൾ നൽകി വന്ന സൗജന്യ സേവനങ്ങൾക്ക് നികുതിയായി ഏകദേശം 40,000 കോടി രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നികുതി വകുപ്പ് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. തുക അടയ്ക്കാൻ ബാങ്കുകൾ തയ്യാറാവാതിരുന്നതോടെ പിഴ ചുമത്തി വീണ്ടും നോട്ടീസ് നൽകി. ഇതോടെ സൗജന്യമായി നൽകി വന്ന സേവനങ്ങൾക്ക് ഉപഭോക്താക്കളിൽ നിന്ന് GST ഈടാക്കാൻ മിക്ക ബാങ്കുകളും തീരുമാനമെടുത്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കുന്ന അക്കൗണ്ടുകൾക്ക് ചെക്ക് ബുക്ക്, ഡെബിറ്റ് കാർഡ്, അഡീഷണൽ പാസ്ബുക്ക് എന്നിവ സൗജന്യമായാണ് രാജ്യത്തെ ബാങ്കുകൾ നൽകിയിരുന്നത്. തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ഉടമകൾ എല്ലാ ബാങ്കിംഗ് സേവനങ്ങൾക്കും GST നൽകേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.